ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ റിംഗ് ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫെവിക്കോൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സെല്ലോ ടേപ്പ്, സിസർ, പിന്നെ നമുക്ക് ആവശ്യമുള്ള കാർഡ്ബോർഡ്, ഒരു മാഗ്നറ്റ്, ഫോം ഷീറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും സ്പോഞ്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെൽവെറ്റ് ക്ലോത്ത്, ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പർ. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വോൾ പേപ്പർ ആണ്. ഇനി നമുക്ക് കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്ത് ഒരു ബോക്സ് ആക്കി എടുക്കാം. ബോക്സിൻ്റെ 4 വശത്തും ഇതുപോലെ ഉൾഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം മാഗ്നറ്റ് എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പേപ്പർ നൈഫ് ഉപയോഗിച്ച് അതിന് ചുറ്റും കട്ട് ചെയ്ത് മാഗ്നറ്റ് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ശേഷം ബ്ലാക്ക് പേപ്പർ ഉപയോഗിച്ച് അതിനെ കവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഈ കാണുന്ന പോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു പേപ്പറിൽ ഇതുപോലെ അറേഞ്ച് ആക്കി കാർഡ്ബോർഡ് വെക്കുക. ഇതുപോലെ നന്നായി കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ മാഗ്നറ്റ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉൾഭാഗവും ഇതുപോലെ നല്ല വൃത്തിയിൽ കവർ ചെയ്യുക. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ബ്ലാക്ക് ബോക്സ് എടുത്ത് അതിൽ നന്നായി ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം ബോക്സിനാവശ്യമുള്ള രീതിയിൽ വെൽവെറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഫോം ഷീറ്റ് എടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എൻഡിൽ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം വെൽവെറ്റ് ക്ലോത്ത് യൂസ് ചെയ്ത് അതിനെ നന്നായി കവർ ചെയ്യുക. അങ്ങനെ സ്പോഞ്ച് റോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ 5 റോളാണ് വേണ്ടത്. അതിനുശേഷം ഓരോ റോളും ഗ്ലൂ ചെയ്ത് ബോക്സിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റിംഗ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു.